അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ഇത് നമ്മുടെ തഴുതാമ. അപ്പോൾ ഇത് വെച്ചിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചീനച്ചട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചൂടാക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അതും ചെയ്തെടുക്കാം. നമുക്ക് എന്തായാലും ആദ്യം തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അതെ, എണ്ണയാണല്ലോ നമ്മുടെ മെയിൻ. അത് തന്നെ. അപ്പം ഇതിന് നമ്മൾ 1 ടേബിൾ സ്പൂണോളം എണ്ണ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തുവരപ്പരിപ്പ്, അതായത് നമ്മുടെ സാമ്പാറിനൊക്കെ ഇടുന്ന ആ സെയിം സാധനം തന്നെയാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ആദ്യം ഇപ്പം എണ്ണ നമുക്ക് ചൂടാകണം. ഒരുപാട് തീ വേണം നമുക്ക്. അപ്പം ഇതൊന്ന് വറുത്തെടുക്കട്ടെ, ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് നമ്മളിത് പരിപ്പുണ്ടല്ലോ വറുത്ത് കോരി നമ്മളതിൻ്റെ എണ്ണ വറുത്ത് പോകാനായിട്ട് നമ്മൾ വെച്ച് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകാണ്. ഇപ്പൊ നമ്മള് ഈ പരിപ്പ് കോരിയിട്ടെ ആ തീ അങ്ങ് നിർത്തിയായിരുന്നു കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ടാണ് കേട്ടോ. മുളകുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യാം. നമുക്ക് പിന്നെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ പരിപാടി. നമ്മുടെ മുളകുണ്ടല്ലോ നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് അങ്ങോട്ട് കോരി അങ്ങ് മാറ്റാം. ഇതിനകത്തോട്ട് തന്നെ കിട്ടാം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കഥാപാത്രമായ നമ്മുടെ തഴുതാമ. നമുക്ക് ഈ എണ്ണ തന്നെ നമ്മൾ ആദ്യം എടുത്ത എണ്ണയുടെ ആവശ്യം തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും കുറച്ച് വെക്കുക. അല്ലെങ്കിൽ നിർത്തുക. ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളതാണ് ചെറുതായിട്ടൊക്കെ നമ്മൾ എത്ര നേരത്തെ കഴുകി വെച്ചാലുണ്ടല്ലോ ചെറുതായിട്ട് വെള്ളത്തിന്റെ അംശം നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഈ എണ്ണയിൽ ഇത് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ച് വഴറ്റിയെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു 1-2 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുക. നമ്മുടെ ഫ്രഷ് കറിവേപ്പില. ഇനി നമുക്കിതൊന്നുണ്ടല്ല നന്നായിട്ടൊന്ന് വഴറ്റി, അതായത് ഇളക്കി ഒന്ന് വെന്ത് വരണം. അതാണ് നമ്മുടെ പരിപാടി. കരിയേറ്റ് ഇലയല്ലേ അപ്പോൾ നന്നായിട്ട് ഇച്ചിരി വലിയ ചീനച്ചട്ടി എടുക്കുന്നതാണ് നല്ലത്. ചീന ചെറുതാണെങ്കിൽ നമുക്കത് ഇളക്കുമ്പോഴത്തേനും കുഴഞ്ഞു പോകും. അപ്പൊ അതിനേക്കാൾ നല്ല ഇച്ചിരി വലുതാണെങ്കിൽ ആ വലിയായിട്ടൊന്ന് കുഴഞ്ഞു പോകാതെ നമുക്കെന്നാ വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മുടെ തഴുതാമ ഉണ്ടല്ലോ നന്നായിട്ട് വെന്ത് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. കറിവേപ്പില നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതെ, നല്ല റെഡി ആയിട്ടുണ്ട് സംഭവം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്നുണ്ടല്ലോ നമുക്കൊന്ന് തണുക്കണം സംഭവം. അപ്പൊ ഇത് തണുത്തിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാവേ. അപ്പൊ നമ്മൾ ആ ഒരു സമയത്തിന് എടുത്തു വെക്കേണ്ട 2 സാധനങ്ങൾ കൂടെ ഉണ്ട്. നമ്മളുണ്ടല്ലോ കുറച്ച് തേങ്ങ തിരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നമ്മുടെ വാളംപുളി ഇല്ലേ അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മിക്സിയുടെ ഏറ്റവും വലിയ ജാർ അങ്ങോട്ട് എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ. അപ്പം നമുക്ക് തേങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 1 കപ്പിൻ്റെ തേങ്ങയുടെ ആവശ്യമുള്ളൂ. ഇത് നമ്മുടെ വാളംപുളിയാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ പുളിയുടെ ആ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു 100 അനുസരിച്ച് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ മുളക് എനിക്ക് ആവശ്യം അനുസരിച്ചിട്ട് മുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 4. പിന്നെ നമ്മുടെ പരിപ്പ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ എല്ലാം കൂടെ ഇട്ട് കൊടുക്കാവേ. നമ്മൾ മുഴുവനായിട്ടും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് സംഭവം. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. എങ്കിൽ നമുക്കൊന്ന് അരച്ചെടുക്കും. അപ്പോൾ നമ്മൾ വറുത്ത നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ മിക്സിയിൽ അടിച്ച് എന്താ പറയുന്നത് അരച്ച് നമ്മളിത് ഒരു ബോൾ പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുന്നത് തഴുതാമ ചമ്മന്തി നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഈ സാധനം വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കിട്ടുമ്പോഴത്തേക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാര്യം നമ്മളെപ്പോഴും തഴുതാമയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ചുമ്മാ അതെ ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ. സംഭവം നല്ല കിടുക്കാച്ചി ടേസ്റ്റാണ് സാധനം. അതെ, അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതെ, കഴിച്ച് നോക്കിയിട്ട് അപ്പം അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. അതിനുശേഷം എന്താ പറയുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരൊന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഓൺ ചെയ്യണേ. അതെ. എന്നിട്ട് പിന്നെ നമ്മുടെ എന്താ പറയുക കൂട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അത്രയൊക്കെ ഒന്ന് ചെയ്യുക. അപ്പം നമുക്ക് അടിപൊളി വേറൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ഇന്നത്തേക്ക് നമ്മുടെ തഴുതാമ ചമ്മന്തിയായിട്ട് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.